ഏയ് കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെ സേനാപിത്താന്റെ വീട്ടിൽ നിറയെ മാങ്ങകൾ പഴുത്ത് നിൽക്കുന്നുണ്ട്. നമുക്കത് പറിക്കാൻ പോയാലോ? ഹായ്, എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോകാം. മാങ്ങയും ചോദിച്ച് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നോക്ക്. സേനാപിത്ത നിങ്ങൾ ആട്ടി വിടും. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത സാധനമാണ്. അതിന്റെ കയ്യിൽ നിന്ന് നമുക്ക് മാങ്ങകൾ കിട്ടൂല. ഓ പിന്നെ അവരാരാ? നമുക്ക് പോകാം എന്തായാലും. ഇപ്പൊ ഉച്ച സമയമായതുകൊണ്ട് അവരകത്ത് കിടന്നുറങ്ങുകയായിരിക്കും. ഇപ്പൊ പോയാൽ നമുക്ക് മാങ്ങകൾ പറിക്കാം. എന്നാ പിന്നെ സമയം കളയണ്ട, നമുക്ക് വേഗം പോകാം. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കരുതേ. നമ്മളവിടെ ഉണ്ടെന്ന് അറിഞ്ഞ അവര് നമ്മൾ ആട്ടി ഓടിക്കും. എന്റെ വേണി, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഞങ്ങൾ ശബ്ദം ഉണ്ടാക്കാതെ അവിടെ നിന്നോളാം. ശിവ, നിന്നെ സൂസനെ കുറിച്ച് എനിക്ക് പേടിയില്ല. പക്ഷെ ഈ ഹസീബ് ഇത് കുളമാക്കിയെന്ന് എനിക്ക് പേടിയുണ്ട്. എന്റെ പൊന്ന് വേണു, ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, പോരെ? ആ എന്നാ ഓക്കെ. ഇല്ലെങ്കിൽ ആ സൈനാബിത്താന്റെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കേണ്ടി വരും. ഇത് നോക്ക്, എത്ര മാങ്ങകളാണ് ഈ മരത്തിലെന്ന്. ഹോ, ആ പിശുക്കി ആർക്കും കൊടുക്കാതെ വെച്ചേക്കുവാ. നോക്കി നിൽക്കാൻ സമയമില്ല. ഹസീബെ, നീ എങ്ങനെങ്കിലും മാങ്ങ ചാടിക്കാൻ നോക്ക്. ഞാൻ എന്റെ കയ്യിലുള്ള ഈ ബോൾ ഉപയോഗിച്ച് മാങ്ങ വീഴ്ത്താം. നല്ല ബെസ്റ്റ് ഉഞ്ഞം. അത് പിന്നെ വെയിലായതുകൊണ്ട് ശരിക്കും കണ്ണ് കാണാൻ പറ്റുന്നില്ല. അടുത്ത തവണ ശരിയാക്കി എറിയാം. വേണ്ട വേണ്ട, ഇനി ബോൾ കൊണ്ടൊന്നും എറിയണ്ട. ശബ്ദം കേട്ടാ ഭൂതന ഇപ്പൊ ഇവിടെ വരും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഹസീബെ, നിനക്ക് മരത്ത് കയറാൻ അറിയില്ലേ? മരത്ത് കയറാൻ അറിയണോ? എന്റെ വീട്ടിലെ തേങ്ങ കയറി എത്ര മാങ്ങ ഇട്ടിട്ടുണ്ട് ഞാൻ. അല്ല സോറി, എത്ര കരിക്കിട്ടിട്ടുണ്ട് ഞാൻ. ഈ മാങ്ങയ്ക്ക് ഞാൻ പുഷ്പം പോലെ ചാടിക്കാം. നിങ്ങൾ ചുമ്മാ പിടിച്ചാ മതി. ഓ മതി മതി, നിനക്ക് തള്ളി മറക്കാനുള്ള സമയമല്ലേ ഇപ്പൊ. വേഗം മരത്തിൽ കയറാൻ നോക്കൂ. അയ്യടാ, ആരത് പറയണേ? മരം കണ്ട തല കറങ്ങുന്ന ടീമാണ് എന്നെ കളിയാക്കുന്നത്. തർക്കിച്ച് നിൽക്കാനൊന്നും സമയമില്ല. നീ വാ ഹസി. അല്ല പിന്നെ നീ ഞാൻ പറിക്കുന്ന മാങ്ങ തിന്നാ വാട്ടട ശിവേ. ഞാൻ മരത്തിൽ കയറി മാങ്ങ ഇടാൻ പോവാണേ. മാങ്ങയ്ക്ക് ചാടുമ്പോത്തിന് പിടിച്ചു വെച്ചോണം. ശിവ, നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വാ. ഞാനിപ്പോ മാങ്ങ ഇടും. ഓ, ഒന്ന് പതുക്കെ പറ ഹസി. ആ സേനാപതി കേട്ട ഇപ്പൊ ഇങ്ങോട്ട് വരും. ആ മാങ്ങ ഇട്ടാ ഞാൻ പിടിച്ചോളാം. എന്താ ഇത്? എറുമ്പടിച്ചിന്. അവിടെ നിറച്ച് പുളിയെറുമ്പാണേ. അയ്യോ, നീ ഒന്ന് എണീക്കാൻ നോക്ക്. അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവനിത് കൊളവാക്കുമെന്ന്. നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ വേണി? അവൻ അറിഞ്ഞോട് ചെയ്തതൊന്നല്ലല്ലോ ഇത്. എടീ ദുഷ്ടേ, മാങ്ങയാണ് വീണിക്കണെങ്കിൽ നീ ഇപ്പൊ കടിച്ച് തിന്നേനല്ലോ. ഞാൻ വീണിട്ട് കണ്ടില്ലേ, നോക്കി നിക്കണേ. ഒന്ന് പിടിക്കടി. വേഗം എണിക്കാൻ നോക്ക് ഹസി. ഇവിടെ അധികം നിക്കണ്ട. ഒച്ചയും വെള്ളം കേട്ട് ഇപ്പൊ അവരിവിടെ എത്തും. ആരടാ അത്? എന്റെ ഈശ്വരാ, സീനാബിത്താന്റെ ഒച്ചയല്ലേ ആ കേക്കണേ? ഞമ്മളില്ലാത്ത നേരെ നോക്കി മാങ്ങ പറിച്ചാണില്ലേ എങ്ങക്ക് പണി. വേഗം പോയിക്കോണി ഇവിടുന്ന്. ഞാൻ ഉറപ്പി കൊടുത്ത് മാങ്ങ കുഴിച്ചിട്ട് മുച്ചിത്തജ്ജാണത്. ഇതുമെന്ന് മാങ്ങ പറിച്ചാൻ ഈ സേനാബി ആയിക്കൂല. പോടാ ഇവിടുന്ന്, നീച്ച പറഞ്ഞ കേട്ടിട്ട്. അയ്യോ, ഓടിക്കോ. അല്ല പിന്നെ മനുഷ്യന്റെ കണ്ണ് തെറ്റി കുരുത്തം കെട്ടോല് വന്നാണ്ട് ഈ മാങ്ങ മുഴുവൻ പറിച്ചു കൊണ്ടുപോകും. ബാക്കിയിലേക്കൊന്ന് അച്ചാറിടാൻ കൂടി കിട്ടൂല. സൂസൻ, നീ ഒന്ന് കരയാതെ നിൽക്കുന്നുണ്ടോ? വേണി കണ്ടില്ലേ നല്ല കൂളായിട്ടിരിക്കുന്നത്. എടാ എടാ എടാ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതിനൊന്നും പോവണ്ടെന്ന്. ആ തലയുടെ സ്വഭാവം നമുക്കൊക്കെ അറിയുന്നതല്ലേ. വെറുതെ ചീത്ത വാങ്ങിച്ചു കൂട്ടി. ഹോ, ഓടി ഓടി എന്റെ കാല് വരെ മുറിഞ്ഞു. വേണ്ടായിരുന്നു ഒന്നും. സോറി ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ മാങ്ങ പറിക്കാൻ പോയത്. എല്ലാം എന്റെ തെറ്റാ. സോറി. പിന്നെ എന്റെ ഒരു സോറി. ഒന്ന് മിണ്ടാതിരിക്കും സൂസൻ. ഞാൻ എന്തായാലും ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ തലേനെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഇതിന് പകരം ഞാൻ എന്തായാലും വീട്ടിയിരിക്കും.
ആദ്യം മാങ്ങ പറിച്ച് തിന്നിട്ടേ ഈ ഹസിബിനെ അടങ്ങിയിരിക്കും. പോടാ, നീ ഒന്നും മിണ്ടാതിരുന്നേ. ഇനി ഞാൻ ആ ഭാഗത്തേക്കേ ഇല്ല. ഞാനും ഇല്ല, എനിക്കും പേടിയാ. വേണിമോളെ, നീ ഉണ്ടാവില്ല എന്റെ കൂടെ? ക്ഷമിച്ചിരിക്കാണ് ഹസിബെ, മിണ്ടാതെ നിന്നോ. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ ഇവിടെ കാണുന്ന കല്ലെടുത്ത് നിന്റെ തലയ്ക്ക് ഞാൻ അറിയും. ഞാൻ നിങ്ങളെ ഇളക്കാൻ പറഞ്ഞതല്ലേ, എനിക്ക് ഞാൻ മാങ്ങിയൊന്നും വേണ്ട. പക്ഷെ ഞാൻ അവരെ വെറുതെ വിടില്ല. നെക്സ്റ്റ് വീക്ക് എന്തായാലും ഞാൻ ഇതിന് പകരം വിട്ടു. നീ വീട്ടാതിരിക്കോ എന്ത് വേണേ ചെയ്തോ, ഞാൻ എന്തായാലും ഇല്ലട്ടോ. വേണ്ട, ഈ ഹസിബിന് ആരും സഹായം വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോരാടും. പേടിത്തണ്ടന്മാര്. ഒരു ധൈര്യശാലി വന്നേക്കുന്നു. എന്നിട്ടായിരിക്കും ഒരു ഉറുമ്പ് കടിച്ചപ്പോത്തിന് നിലവിളിച്ച് ആളെ കൂട്ടിയത്. അയ്യടാ, എന്നെ കളിയാക്കുമ്പോ മാത്രം നിങ്ങളൊക്കെ ഒറ്റ കേട്ടാണല്ലോ. അല്ലെങ്കിലും സോറിടാ. എനിക്കത് സോറി ഒന്നും വേണ്ട. ആർക്കുണ്ട് എന്റെ കൂടെ നെക്സ്റ്റ് വീക്ക് സേനാപിത്താക്ക് പണിയെടുക്കാൻ? ഞാനുണ്ട്. അതിനല്ലെങ്കിൽ ഒരു കൊമ്പേറാണ്. ആ കൊമ്പ് നമുക്ക് കൊടുക്കണം. എന്നാ പിന്നെ ഞാനുണ്ട്. വേണി, നീ ഇല്ലേ? പിന്നെ ഞാനില്ലാതെ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനിയും മണ്ടത്തരം കാണിച്ചാടി വാങ്ങിച്ചു കൂട്ടും.